നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. പല ആളുകളുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് നന്നായിട്ടൊരു നീര് പോലെ, കണ്ണിന്റെ അടിയിൽ നന്നായിട്ടൊരു പഫിനെസ് പോലെ, അല്ലെങ്കിൽ ഒരു വൈകുന്നേരങ്ങളാകുന്ന സമയത്ത് കാലുകളിൽ നന്നായിട്ടൊരു നീര് വെച്ചിട്ട് ചെരുപ്പൊക്കെ ഇടാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ട് പോലെ തോന്നാണ്. ശരീരം മൊത്തം നന്നായിട്ടൊരു ഹെവിനെസ് പോലെ, നല്ലൊരു ഭാരം കയറ്റി വെച്ചതുപോലെ, എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വയറ് ഇങ്ങനെ വീർത്ത് വരിക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യുന്ന കുറെ ആളുകളുണ്ടല്ലേ. അപ്പൊ പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ശരീരത്തിൽ തടി കൂടുന്നത് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നോർമലി നമ്മുടെ ശരീരത്തിൽ തടി വെക്കുന്നതല്ല കേട്ടോ. നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന കാരണങ്ങൾ കോമൺ ആയിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ ഇതിനെ തടയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഇതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു കാരണമാണ് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അതായത് നിങ്ങളുടെ ദഹനം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറെ നാളുകളായിട്ട് ഫേസ് ചെയ്യുന്നവരാണ്. അതുപോലെ ശരീരത്തിൽ ഇപ്പോൾ നല്ല ബാക്ടീരിയ നന്നായിട്ട് കുറവും ചീത്ത ബാക്ടീരിയ കുറച്ച് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും നിങ്ങൾക്ക് ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരാം. പിന്നെ കുറെ നാളുകളായിട്ട് IBS പോലെയുള്ള പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരിലും ഈ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അടുത്തൊരു കാറ്റഗറി നോക്കുകയാണെങ്കിലാണ് വാട്ടർ റിട്ടൻഷൻ. ശരീരത്തിൽ നന്നായിട്ട് നീർക്കെട്ട് നന്നായിട്ട് കൂടി വരുമ്പോഴും ഇതേപോലെ നമ്മുടെ കാലിന്റെ കണ്ണിയിലും അതുപോലെ മുഖത്തൊക്കെ നന്നായിട്ടൊരു പഫിനെസ് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക. അതായത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ. മുഖത്തൊക്കെ നന്നായിട്ടൊരു പഫിനെസ് പോലെ, ഈ കണ്ണിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ടൊരു പഫിനെസ്. അതുപോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരിലും ഉറക്കം നന്നായിട്ട് കുറഞ്ഞു വരിക. അതായത് ഉറക്കം തീരെ ഇല്ലാത്തവരിലും ഇത്തരത്തില് ശരീരത്തിൽ നീർക്കെട്ട് കാണാറുണ്ട്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് മുഖത്തും നന്നായിട്ട് നീരുണ്ട്, കാലിലും ഒരുമിച്ച് നന്നായിട്ട് നീര്, ഒരേപോലെ നിങ്ങൾക്ക് നീര് തോന്നുകയാണെങ്കിൽ പലപ്പോഴും അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും വഴിതിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ഈ ലക്ഷണങ്ങൾ തടയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിലുണ്ടല്ലോ നീരൊക്കെ നന്നായിട്ട് കൂടി കൂടി വരികയാണ്, കാലിലെ നീര് നന്നായിട്ട് കൂടുന്നുണ്ട്, മുഖത്തുള്ള പഫിനെസ് ഒക്കെ നന്നായിട്ട് കൂടി കൂടി വരികയാണ്, നിങ്ങളുടെ മൂത്രത്തിൽ എന്തെങ്കിലും കളർ മാറ്റം വരുന്നുണ്ട്, അതായത് ഡാർക്ക് ആയിട്ട് വരുന്നത് പോലെ, ശ്വാസം എടുക്കാനായിട്ടുള്ള നല്ലൊരു ബുദ്ധിമുട്ട്, വെയിറ്റ് നന്നായിട്ട് കൂടി വരിക, വയറിൽ വേദന, ഈ പറയുന്ന കാര്യങ്ങളും കൂടി ഓരോ ദിവസം കൂടുന്തോറും കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ഹോം റെമഡീസ് മാത്രം ചെയ്ത് വീട്ടിലിരിക്കരുത്. കാരണം ഇത് പല സമയങ്ങളിലും കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ലിവറില്, ഹാർട്ടില്, അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇത് കൂടി വരാവുന്നതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാനും കൂടി നോക്കുക. ഒരിക്കലും നിങ്ങൾ ഹോം റെമഡീസ് മാത്രം ചെയ്ത് വീട്ടിലിരിക്കരുത് കേട്ടോ. ഇനി ഇതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഔഷധക്കൂട്ട് എന്തൊക്കെയാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ 5 ഹോം റെമഡീസ് പറയുന്നുണ്ട്. ഈ 5 നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് അയമോദകം അതുപോലെ തന്നെ ഇന്ദുപ്പും ചേർത്തിട്ടുള്ള കഷായം. അയമോദകത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ വാദത്തിന് നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ ദഹനത്തിന് നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 മുതലുണ്ടല്ലോ 1/2 ടീസ്പൂൺ വരെ അയമോദകം എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ, ചൂടുന്ന് കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ കുറച്ചൊരു നുള്ളു ഇന്ദുപ്പും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വെറും വയറ്റിൽ കഴിക്കേണ്ട, രാവിലെ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ വയറിൽ എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വയറിങ്ങനെ എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നവരാണ്, ബോഡിക്ക് നന്നായിട്ട് ഹെവി ആയിട്ട് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് എന്തായാലും ലഭിക്കും. അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് അയമോദകം ഇന്ദുപ്പും ചേർന്ന കഷായം. രണ്ടാമത്തെയാണ് പുനർനവ കഷായം. ഇതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിൽ പഫിനെസ് ഒക്കെ ഉണ്ട്, കാലിലൊക്കെ നന്നായിട്ട് നീരൊക്കെ ഉള്ളവർക്ക് നല്ലൊരു റെമഡി കൂടിയാണ് കേട്ടോ. പുനർനവരെ നമ്മൾ ആയുർവേദത്തിൽ ശോധഹര പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ശരീരത്തിലെ നീർക്കെട്ടിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും ശരീരത്തിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡിനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുനർനവ കാണാനായിട്ട് ഏകദേശം ഇതേപോലെയാണ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെങ്കിൽ ഒരു 4-5 ഇല നിങ്ങൾക്ക് എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുനർനവ ചൂർണം നമ്മുടെ ആയുർവേദ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈസിയായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. പുനർനവ ചൂർണം നിങ്ങൾ വാങ്ങുക. ഏതാണെങ്കിലും, ഇലയാണെങ്കിൽ ഇല, അല്ലെങ്കിൽ 1 ടീസ്പൂൺ നിങ്ങൾ ചൂർണം 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആക്കി മാറ്റുക. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അരിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു നേരമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. ഇപ്പൊ നിങ്ങളുടെ കാലിന്റെ അടിയിലൊക്കെ, കാലിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് നീരൊക്കെ ഉള്ളവരാണെങ്കിൽ ഏകദേശം ഒരാഴ്ച എടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. പിന്നീടല്ലോ നമ്മൾ പുനർനവയിൽ ഒരു മൂത്രവർദ്ധക പ്രോപ്പർട്ടി ആയിട്ടും കണക്കാക്കാറുണ്ട്. അതായത് നന്നായിട്ട് മൂത്രത്തിന് ഫ്ലഷ് ചെയ്യാനും ഇത് സഹായിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് BP യുടെ മെഡിസിൻ ഒക്കെ ഓൾറെഡി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ത്രിഫല ചൂർണം. ത്രിഫല ചൂർണത്തിനെ നമ്മൾ ആയുർവേദത്തിലുണ്ടെങ്കിൽ രസായന ഔഷധിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ശരീരത്തിലെ ത്രിദോഷത്തിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനും അതുപോലെ ശരീരത്തിൽ ഊർജ്ജത്തിനെ നന്നായിട്ടൊന്ന് കൂട്ടാനും ദഹനത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ കഴിക്കാൻ നോക്കുകയാണെങ്കിൽ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ, ഒരു ടീസ്പൂൺ ത്രിഫല ചോറിന് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ശേഷം, രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം. ഇത് വളരെയധികം നല്ലതാണ്. കുറച്ച് നാൾ അടുപ്പിച്ച് നിങ്ങൾ എടുത്താൽ തന്നെ നമ്മുടെ മലത്തിനെ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കും. വയർ നന്നായിട്ട് ക്ലീൻ ആയാൽ തന്നെ നമ്മുടെ ദഹനം നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അതിലൂടെ വയറിൽ എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇപ്പോ നിങ്ങളുടെ ക്രൂര കോഷ്ടമാണ്, അതായത് നല്ല സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആണെങ്കിൽ ത്രിഫല ചോറിനും കുറച്ചൊന്നും വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് കഴിച്ചാൽ മാത്രമേ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. പക്ഷെ ഒരു മൈൽഡ് ആയിട്ടുള്ള റിലാക്സേറ്റീവ് ആയിട്ട് നമുക്ക് ത്രിഫല ചോറത്തിന് എടുക്കാനായിട്ട് പറ്റും. നാലാമത്തെയാണ് പെരിഞ്ജീരകവും മല്ലിയുടെയും ഡിക്കോക്ഷൻ. ഇതിനായിട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ നിങ്ങൾ പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ മല്ലിയും രാത്രി നിങ്ങൾ കുതിർത്ത് വെക്കുക. എന്നിട്ട് രാവിലെ ആവുന്ന സമയത്ത് അത് അരിച്ചിട്ട് വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇതിൽ പെരിഞ്ജീരകം, മല്ലിയുടെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് പഫിനെസ് ഫേസ് ചെയ്യുന്നവരാണ്, മുഖത്തൊക്കെ നന്നായിട്ട് പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് കേട്ടോ. അതുപോലെ കിഡ്നീനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മല്ലി. പിന്നെ നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് കൂട്ടാനും വയറിലെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ മല്ലിയും, ഒരു ടീസ്പൂൺ ജീരകവും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് സോക്ക് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളമായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ്. ഇനി അവസാനത്തെ റെമഡിയാണ്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കായത്തിന്റെ പൊടിയും നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് ഇത് പുരട്ടാനായിട്ട് ഉപയോഗിക്കുക. ഉള്ളിലേക്ക് കഴിക്കാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പുറമെ പുരട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വയറ്റിൽ എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടല്ലോ, ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ആണെങ്കിലും കുറച്ചൊന്ന് ചൂടാക്കുക. ആ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് നമ്മൾ കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നന്നായിട്ട് ഇപ്പൊ ഗ്യാസ് ഒക്കെ കയറി നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ പൊക്കിളിന് ചുറ്റും ഉണ്ടല്ലോ, പൊക്കിളിന് ചുറ്റും ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ അങ്ങനെ വിടുക. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് മുകളിലൂടെയും കീഴ്വായു രൂപത്തിലൊക്കെ ആയിട്ട് ഗ്യാസ് നന്നായിട്ട് പുറത്തു പോകാനായിട്ട് വളരെയധികം സഹായിക്കും. ഈവൻ ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് വയറിന് നന്നായിട്ട് ഗ്യാസ് ഒക്കെ കയറിയിട്ട് സംഭ്രമം എടുത്തിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഒരു തുണി മുക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചൂട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഹോം റെമഡീസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നിങ്ങൾ ഭക്ഷണത്തിലും നിങ്ങളുടെ ജീവിതശൈലിയിലും നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് നോക്കുക. വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ ആ ഒരു തെറ്റ് ഒഴിവാക്കുക. ഭക്ഷണത്തിൽ നിന്ന് ഉഴുന്ന്, മൈദ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഈ പറയുന്ന കാര്യങ്ങൾ, പുളിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഈ പറയുന്ന കാര്യങ്ങളും കൂടി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ദിവസം മുഴുവൻ ഉണ്ടല്ലോ ഇത്തരത്തിൽ നിങ്ങൾ നീർക്കെട്ടൊക്കെ നന്നായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഇളം ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചു നേരം നിങ്ങൾ വയറിന്റെ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്ത് ഉണ്ടാകുന്ന വായുവിനെ നന്നായിട്ട് പുറത്തു കളയാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ശരീരത്തിൽ നന്നായിട്ട് നീർക്കെട്ടുണ്ട്, മുഖത്ത് നന്നായിട്ട് നീര് പോലെ തോന്നുക, കണ്ണിന്റെ അടിയിൽ പഫിനെസ് എന്നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഈ പറഞ്ഞ റെമഡീസിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാളുകൾ ട്രൈ ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള ഈ മാറ്റങ്ങൾ, ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഇത് വീണ്ടും വീണ്ടും വരുന്നതിന് നമുക്ക് പരമാവധി ഒക്കെ നല്ല രീതിയിൽ തടയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് തോന്നുകയാണ്, ഇത് മാറുന്നേ ഇല്ല, കൂടിക്കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയില്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.